ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്ന് അതുപോലെ കുറേ നാളെ നമ്മൾ കടലിലൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ട് അപ്പോൾ നമ്മൾ സ്റ്റോറിലൊക്കെ നമ്മുടെ സ്ഥിരം ലൊക്കേഷൻ കേട്ടോ അഴീക്കൽ. നമ്മൾ പഴയ കഴിച്ചുകൊണ്ടായിട്ട് എന്തെങ്കിലും മീൻ കിട്ടാന്നൊക്കെ വന്നിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ നച്ചറ അതുപോലെ ഏരി പോലുള്ള മീനാണ് കേട്ടോ. അപ്പോൾ കഴിച്ചുകൊണ്ട് ചൂണ്ടൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീനാണ് ബൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെമ്മീനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ട് മീനെല്ലാം കിട്ടി കാണാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ചൂണ്ട സെറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് ചെമ്മീൻ നുറുക്കണം. നമ്മളിത് ചെറിയൊരു പ്ലോട്ടോ യൂസ് ചെയ്ത് എന്താ ചെറിയൊരു ഇട്ടിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുളത്താണ് കേട്ടോ. 3 സൈസ് കുളത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ചൂണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ചെമ്മീൻ വെട്ടിയിട്ട് നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ആൾക്കാരെ വലയാണ് തന്നെ. ഇതൊക്കെ ആദ്യത്തെ മീനുണ്ട്. എന്ത് മീനെന്നറിയില്ല. അത് നമ്മൾ ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഗൈസ്. എന്താ ആദ്യത്തെ മീനാണ്. അടിപൊളി ഉണ്ടോ? നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചതാണ്. ഇത് എന്ത് മീനെന്ന് എനിക്കറിയില്ല കേട്ടോ. മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ആദ്യം തന്നെ അടിച്ചിട്ടു. വല എടുക്കട്ടെ കേട്ടോ. വലയ്ക്കകത്ത് ഇട്ടു അല്ലെങ്കിൽ പണിയോ. അടുത്ത മീനുണ്ടോ? എന്താ അടുത്ത് നമ്മളെ നച്ചറയാണ്. നച്ചറ എന്താ പുള്ളിക്കരിമീനുണ്ടോ? സാന്തിൻ്റെ കുത്തി കിട്ടിയ 1.5 വേന കേട്ടോ. എന്താ സാന്തിൻ്റെ കുത്ത് കിട്ടിയാലേ നമ്മളെ മൂത്രമൊഴിച്ച് പോവും. അതുകൊണ്ട് സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും.
ചെറിയ Wow. This is ഗൈസ്, നമ്മളിന്നത്തെ ചൂണ്ട നിർത്താറായിട്ടെ. കാരണം ഒന്ന് ഉടക്കി പൊട്ടിപ്പോയി. ഇനി കെട്ടാനുള്ള ടൈമില്ല, കാരണം നേരെ സന്ധ്യയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടാ. നമുക്ക് നച്ചറയും ഏരി പോലെ ചെറിയ ഏരികളും നച്ചറ, അത് പിന്നെ പേരറിയാത്ത ഒരു മീൻ, കരിമീൻ്റെ ഒക്കെ ടൈപ്പ് പോലത്തെ ഒരു മീൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തരുന്നു കേട്ടോ. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു ഫിഷിംഗ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ തൽക്കാലം ബൈ ബൈ.